വെൽക്കം ടു വിസ്നിസ് ഫാമിലി വ്ളോഗ്സ്. ഇന്ന് നാം നോക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ 11-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, മോവാബ് രാജാവ് ആരാണ്? ഉത്തരം സിപ്പോർ. രണ്ടാമത്തെ ചോദ്യം, സിപ്പോറിൻ്റെ പുത്രൻ ആരെ? ഉത്തരം ബാലാക്ക്. മൂന്നാമത്തെ ചോദ്യം, അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ? എന്നെല്ലാം പരാമർശിച്ചിരിക്കുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനെ പറ്റി. നാലാമത്തെ ചോദ്യം, ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും എത്ര വർഷമാണ് താമസിച്ചത്? ഉത്തരം 300. അഞ്ചാമത്തെ ചോദ്യം, ഇസ്രായേൽ 300 വർഷം താമസിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും. ആറാമത്തെ ചോദ്യം, ആകയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല, ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമ്മോന്യർക്കുമിടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ. ഇത് ആർക്ക് നൽകിയ സന്ദേശമായിരുന്നു? ഉത്തരം ജഫ്ത അമ്മോന്യ രാജാവിനെ. ഏഴാമത്തെ ചോദ്യം, കർത്താവിൻ്റെ ആത്മാവ് ആരുടെ മേലാണ് ആവസിച്ചത്? ഉത്തരം ജഫ്തായുടെ മേൽ. എട്ടാമത്തെ ചോദ്യം, ജഫ്ത എങ്ങനെയാണ് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയത്? ഉത്തരം ഗിലയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്പായിലേക്ക് കടന്നാണ് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയത്. ഒൻപതാമത്തെ ചോദ്യം, ജഫ്ത കർത്താവിന് നേർന്ന നേർച്ച എന്തായിരുന്നു? ഉത്തരം അങ്ങ് അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടുത്തേക്ക് അർപ്പിക്കും. പത്താമത്തെ ചോദ്യം, ജഫ്ത യുദ്ധം ചെയ്യാൻ ഡാഷ് അതിർത്തി കടന്നു? ഉത്തരം ജഫ്ത യുദ്ധം ചെയ്യാൻ അമ്മോന്യരുടെ അതിർത്തി കടന്നു. 11ാമത്തെ ചോദ്യം, കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആരെ? ഉത്തരം അമ്മോന്യരെ. 12ാമത്തെ ചോദ്യം, എവിടെയെല്ലാം വച്ചാണ് ജഫ്ത അമ്മോന്യരെ വകവരുത്തിയത്? ഉത്തരം അരോവർ മുതൽ മിന്നിത്തിനു സമീപം വരെയും ആബേൽ കെരാമിം വരെയും 20 പട്ടണങ്ങളിൽ. 13ാമത്തെ ചോദ്യം, എത്ര പട്ടണങ്ങളിലാണ് ജഫ്ത അമ്മോന്യരെ വകവരുത്തിയത്? ഉത്തരം 20 പട്ടണങ്ങളിൽ. 14ാമത്തെ ചോദ്യം, വലിയ ഡാഷ് നടന്നു? ഉത്തരം വലിയ കൂട്ടക്കൊല നടന്നു. 15ാമത്തെ ചോദ്യം, അമ്മോന്യർ ആർക്കാണ് കീഴടങ്ങിയത്? ഉത്തരം ഇസ്രായേലിന്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ലോഗോസ് ക്വിസിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മറ്റു കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. അപ്പോൾ ഏറ്റവും നന്ദിയോടെ നിർത്തുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.